ട്രിപ്പ് ഇങ്ങനെയാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. ലക്ഷദ്വീപ് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു പ്ലേസേ ആയിരുന്നില്ല. ഐ ഡോണ്ട് നോ വൈ, ബട്ട് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള വേറൊരു കാര്യമുണ്ട്, അത് ഞാൻ വഴിയെ പറയാം. ലക്ഷദ്വീപിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും കൂടുതലൊന്നും എനിക്കറിയില്ല. സിംപ്ലി ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ട്രിപ്പ് പോകുന്നത്. എല്ലാവരും സ്ട്രേഞ്ചേഴ്സ് ആയിരുന്നു. നമ്മൾ ലാസ്റ്റ് ഒരു ഫാമിലി പോലെ ആയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് പാർട്ട് ഡോൾഫിൻ സൈറ്റ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടായിരുന്നു ഡോൾഫിൻസിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ആകെയുള്ളൊരു സങ്കടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടറിൽ ഒന്ന് ചാടാൻ പോലും പറ്റില്ല. ഇറ്റ്സ് ബിക്കോസ് എനിക്ക് സ്വിമ്മിങ് അറിയില്ല. പിന്നെ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള സ്കൂബ ഡൈവിങ്. ഞാൻ ഒരിക്കലും അത് ചെയ്യുമെന്ന് വിചാരിച്ചതല്ല. ബിക്കോസ് എനിക്ക് സ്വിമ്മിങ് അറിയാത്തതുകൊണ്ട് എനിക്ക് വെള്ളത്തിനോട് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഞാനത് ചെയ്തു. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത്. മൊത്തത്തിൽ എനിക്ക് ലക്ഷദ്വീപ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് അവിടെ നിന്ന് വരാനേ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ചില കാഴ്ചകൾ എന്നും മനസ്സിൽ അതുപോലെ തന്നെ ഉണ്ടാവും. അങ്ങനെ മറക്കാൻ പറ്റാത്തൊരു മെമ്മറബിൾ പ്ലേസ് ആയിട്ട് ലക്ഷദ്വീപ് മാറിയിട്ടുണ്ട്. ഇവിടുത്തെ ആൾക്കാരും ഇവിടുത്തെ കൾച്ചറും എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ലാസ്റ്റ് ഡേ നമുക്കൊരു കൾച്ചറൽ ഫെസ്റ്റായിട്ട് അവിടെ ഡാൻസും എല്ലാം ഉണ്ടായിരുന്നു. ഞാനും ചെറുതായിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. എന്നെക്കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല എന്ന് ലാസ്റ്റ് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ലക്ഷദ്വീപ് വ്ലോഗ് അവസാനിപ്പിച്ചിരിക്കുന്നു. ബൈ.